Hi friends, welcome back to my channel. This is an easy party wear makeup look. This makeup is Madhuri Dixit's photo inspired. So, Pinterest I scroll Madhuri Dixit's very beautiful photo. So, that same color outfit so, inspired makeup look I this video. In this chit chat I self introduction basic just move into the video. I concealer apply first Nisha Vasudevan nana. ഞാൻ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെ എൻ്റെ പേര് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന്റെ നെയിം തന്നെ നിഷ വാസുദേവൻ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പ്രത്യേകമായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചു വളർന്നതൊക്കെ ട്രിവാൻഡ്രത്താണ്. ഒരു 2006 വരെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം കോട്ടയത്താണ് എൻ്റെ പേരൻസ് താമസിച്ചിരുന്നത്. അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലി ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറയാണ് അവർ താമസിക്കുന്നത്. ഫൗണ്ടേഷൻ ഞാൻ നൈക്കയുടെ സ്കിൻ ഷീൽഡ് ആന്റി പൊല്യൂഷൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്യുവർ ഒലീവ് എന്നാണ് എൻ്റെ ഷെയ്ഡിന്റെ പേര്. എൻ്റെ ഷെയ്ഡ് നമ്പർ 008 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പ്രോഡക്ട്സിനെ പറ്റി പറയുന്നില്ല, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം പ്രോഡക്ട്സിനെ പറ്റി ഇടയ്ക്ക് പറയുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ പഠിച്ചു വളർന്നതൊക്കെ കേരളത്തിൽ തന്നെയാണ്. ഞാൻ പഠിച്ചത് നിർമ്മല ഭവൻ ഹൈസ്കൂളാണ് ട്രിവാൻഡ്രത്ത്. കോളേജസ് ഞാൻ 3 കോളേജസിലായിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് ഓൾ സയൻസ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ MG കോളേജിൽ BSc ഫിസിക്സ് ആണ് ചെയ്തത്. ഓൾ സയൻസ് കോളേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോളേജായിരുന്നു. കാരണം അതുവരെ ഞാൻ ഓൾ സയൻസിനെ പറ്റി ഭയങ്കര ഉഴപ്പന്മാരും ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു കോളേജ് ആണെന്നാണ് അതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം അവിടെ പഠിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ആ കോളേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. എസ്പെഷ്യലി ലാംഗ്വേജ് ക്ലാസ്സിലൊക്കെ ഇരുന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. അത്ര നല്ല ടീച്ചേഴ്സാണ്, നല്ല കോച്ചിങ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോളേജായിരുന്നു. ശരിക്കും സ്കൂൾ പോലെ തന്നെ അകത്തോട്ട് കയറിയാൽ പിന്നെ വെളി വിടത്തില്ല, കോളേജ് സമയം തീരുന്നവരെ വിടത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോളേജായിരുന്നു. പിന്നെ ഒരുപാട് ഫാഷനബിൾ ആയിട്ടുള്ള ഗേൾസ് ഉള്ള കോളേജാണ്, സെൻറ്റ് ട്രീസാസ് പോലെ തന്നെ. പിന്നെ കൂടുതലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് എൻകറേജ്മെന്റും കൊടുക്കുന്ന ഒരു കോളേജായിരുന്നു. എൻ്റെ സ്കൂൾ നിർമ്മല ഭവനും അതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ എപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പോകുന്നത് പ്രത്യേകിച്ച് മ്യൂസിക് കാറ്റഗറിയിലായിരുന്നു. ഞാൻ പാട്ട് കൊച്ചിലേ തൊട്ട് പാടുമായിരുന്നു. ഒരു 5 വയസ്സെങ്ങാണ്ട് ഉള്ളപ്പോൾ തന്നെ എന്നെ പാട്ട് പഠിക്കാൻ എൻ്റെ അമ്മ നിർബന്ധിച്ച് അയച്ചെന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ ഡാൻസ് ടീച്ചർ വരുമ്പോൾ എപ്പോഴും എനിക്ക് കാലുവേദന, വയറുവേദന, അങ്ങനെ പല അസുഖങ്ങളുമായിട്ട്. അപ്പം ടീച്ചർക്ക് മനസ്സിലായി എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു, കുട്ടിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഡാൻസ് പഠിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ പാട്ട് മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പാട്ട് മാത്രമായി. എങ്കിലും ഞാൻ സ്കൂളിലൊക്കെ കുറച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഡാൻസ് പ്രോഗ്രാംസ് ആനുവൽ ഡേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡാൻസ് താല്പര്യമില്ല. എനിക്ക് ഗൺ പോയിന്റിൽ എന്നെ നിർത്തിയാൽ പോലും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പിന്നീട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാട്ട് പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ പിന്നെ അമ്മയുടെ നിർബന്ധം കാരണം പാട്ട് പഠിക്കുന്നതല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റിനല്ല ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത് തൊട്ടാണ് എനിക്ക് ശരിക്കുള്ള ഇൻട്രസ്റ്റ് വന്നത്. പക്ഷെ പാട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ ഗസൽസ് ഏകദേശം ഒരു 4th സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെ ഞാൻ ഗസൽസ് കേൾക്കുമായിരുന്നു. എന്ന് ഞാൻ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു വലിയ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ ടൈമർ വെച്ചിട്ട് അതിൽ പാട്ട് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് ടൈമർ ഓഫ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങും. അതുകൊണ്ട് അങ്ങനെയാണ് ഡെയിലി പാട്ട് കേട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് തന്നെ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു മ്യൂസിക്. പക്ഷെ പഠിക്കാൻ ഇഷ്ടമല്ലാതെ കേട്ടോ, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പിന്നെ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പം ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ തനിയെ ബുക്സ് വായിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ പൂമ്പാറ്റ, ബാലരമ,
ടിങ്കിൾ എല്ലാം വരുത്തുമായിരുന്നു. അപ്പൊ അതെല്ലാം വായിച്ച് എനിക്ക് ബോറടി എന്ന് പറഞ്ഞൊരു സംഭവം കൊച്ചിലെ തോന്നിയിട്ടേ ഇല്ല. ഇപ്പൊ എന്റെ മോളൊക്കെ എപ്പോഴും ബോറടിക്കുന്നു എന്ന് പറയും. പക്ഷെ എന്റെ കൊച്ചിലെ എന്റെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നവരായിരുന്നെങ്കിലും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മിക്ക സമയത്ത്. എന്നിട്ട് കൂടെ എനിക്ക് തീരെ ബോറടി ഇല്ലായിരുന്നു. കാരണം പാട്ട് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ടൈം ഫുൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം രമേശ് നാരായൺ സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ ചേർന്നു. കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഹിന്ദുസ്ഥാനി മ്യൂസിക് കേൾക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ അത് എന്ത് മ്യൂസിക് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല. ഞാൻ ഹരിഹരൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. ഹരിഹരൻ ഫിലിം ഫീൽഡിലൊക്കെ പാടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹരിഹരൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ഗസൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ശബ്ദം. ഇപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഹരിഹരൻ തന്നെയാണ്. കാരണം ആ യുണീക്ക് ആയിട്ടുള്ളൊരു വോയിസ് ആണ്, പിന്നെ പാടുന്നതിലെ ആ ഭാവം എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിംഗർ ഹരിഹരനാണ്. എൻ്റെ ഫേവറേറ്റ് സിംഗർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഹരിഹരന്റെ ഗസൽസ് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഹരിഹരൻ ഇറക്കുന്ന എല്ലാ ആൽബംസും ഞാൻ വാങ്ങിപ്പിക്കുകയായിരുന്നു അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ. എന്നിട്ട് അതൊന്നും മനസ്സിലാവാറില്ല, അത് എന്ത് മ്യൂസിക് ആണെന്നോ രാഗമാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അത് കേട്ടിട്ടാണ് ഞാൻ എന്നും ഉറങ്ങുന്നതും ഉറങ്ങുന്നതും എല്ലാം ഹരിഹരന്റെ ഗസൽസ് കേട്ടിട്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു ആ മ്യൂസിക്. അങ്ങനെയാണ് ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റു പല കാര്യങ്ങളുമായി. അപ്പോൾ സ്കൂൾ ഡേയ്സിൽ കോളേജ് ഡേയ്സിലൊക്കെ നമ്മൾ പാട്ടൊക്കെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയമാണ് ഏറ്റവും നല്ലത് ആ ഒരു ഫീൽഡിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. അപ്പൊ അങ്ങനെ രമേശ് നാരായൺ സാറിന്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയത് തൊട്ടാണ് എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം തുടങ്ങിയത്. അങ്ങനെ പല സിംഗേഴ്സിനെയും, ഗായത്രി, മഞ്ജരി, ഇവരെയൊക്കെ ഞാൻ രമേശ് നാരായൺ സാറിന്റെ ക്ലാസ്സുകളിൽ പോകുമ്പോഴാണ്, അവരവിടെ പ്രോഗ്രാംസിനൊക്കെ പ്രാക്ടീസിനൊക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടാണ് എനിക്ക് ഈ പാട്ടുകാരോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. പക്ഷെ ഫിലിം ഫീൽഡിൽ പാടണമെന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആണ് കൂടുതലും ഇഷ്ടം. അപ്പൊ ഞാൻ ഇപ്പൊ കേൾക്കുന്നതും ക്ലാസിക്കൽ മ്യൂസിക് ആണ്. പക്ഷെ ഫിലിം സോങ്സ് കേൾക്കത്തില്ല എന്നല്ല, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു നമ്മൾ സാധാരണ പാട്ട് കേൾക്കുന്നത് പോലെയല്ല നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് എൻജോയ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിന്നൊരു ഭയങ്കര ഹിന്ദി പറയുകയാണെങ്കിൽ സുക്കൂൺ എന്ന് പറയും, ഒരു റിലാക്സിങ് ആയിട്ട് ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് ആണത്. അത് സാധാരണ ഫിലിം സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നത്തില്ല. ആ ഒരു ഡെപ്ത് തോന്നുന്നത് ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ഗസൽസ് ഒക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അതാണ് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് തോന്നുന്ന ഇഷ്ടം. അപ്പോൾ ഇപ്പോഴും ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ് കേൾക്കാറുള്ളത്. ഇപ്പൊ എനിക്ക് കൂടുതലും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണ് ഇഷ്ടം. സിത്താറ്, സന്തൂർ, പിന്നെ സാരംഗി, ഫ്ലൂട്ട്, ഇതൊക്കെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഫോട്ടോയിൽ നിന്ന് തോന്നിയത് ഒരു സോഫ്റ്റ് സ്മോക്കി ലുക്കാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ആ ഐ മേക്കപ്പ് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാനൊരു സ്മോക്കി ആയി ചെയ്യാമെന്ന് വിചാരിച്ചു. സ്മോക്കി ആയി അല്ല, സ്മോക്കി കാജൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സംസാരിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ശ്രദ്ധ മാറുന്നുണ്ട്, അതാണ് ഒരു പ്രശ്നം. അപ്പൊ പറഞ്ഞോണ്ട് വന്നത്, അപ്പൊ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആണ് ഇഷ്ടം. ഇപ്പോഴും ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന അതിന്റെ 7 അയലത്ത് പോലും ഇപ്പോഴത്തെ എന്റെ പ്രാക്ടീസ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കൊച്ചിലെ പാട്ട് പഠിച്ചത് കൊണ്ട് കുറച്ചൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ പാട്ടുകാരിയൊന്നും ആയിട്ടില്ല. കാരണം പ്രാക്ടീസ് ഇല്ലാത്തത് തന്നെയാണ് കാര്യം. കാരണം ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡീവിയേറ്റ് ചെയ്തു പോയി. കാരണം പിന്നെ ജോലി വേണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചീത്ത എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ അതേവരെ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ എനിക്കും ലൈഫിൽ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ വഴിയൊന്ന് വിട്ട് ചിന്തിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കുറച്ച് ഡീവിയേറ്റ് ചെയ്താലും തിരിച്ച് ലൈഫ് ട്രാക്കിൽ വന്ന സമയത്ത് എനിക്ക് പഴയത് കണ്ടിന്യൂ ചെയ്യായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് വിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പോയി മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് ജോലികളല്ലേ, വീട്ടിലെ ജോലി, കുട്ടിയെ നോക്കേണ്ട ജോലി, പിന്നെ ഓഫീസിന്റെ ജോലി. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ആ ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു പാഷനോ തിരിച്ചു പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതാണ് മെയിൻ കാര്യം. പാട്ടിലൊക്കെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും അത് തന്നെ നമ്മുടെ ലൈഫായിട്ട് അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് നമ്മൾ അതിനെ കണക്കാക്കി അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയാലേ ആ ലെവലിലുള്ള മ്യൂസീഷ്യൻസ് ഒക്കെ ആവാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അത്രയും ഒരു ഡിറ്റർമിനേഷൻ ഇല്ലാതെ പോയതാണ് ഞാൻ പാട്ട് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കാര്യം. പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ
ഞാൻ മാത്രമേ പാടുന്ന ആളുള്ളൂ. എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ പാട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അവർക്കും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് നമ്മളെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കേണ്ടതെന്ന്. അതൊരു വലിയ ഫാക്ടറാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, മിക്ക മ്യൂസീഷ്യൻസിൻ്റെ വീട്ടിലുള്ളവരാരെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും മ്യൂസീഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ കറക്റ്റ് രീതിയിൽ അവരെ ഗൈഡ് ചെയ്ത് വിടാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. കോളേജിൽ ഞാൻ ചെയ്തത് MCA ആണ്. ഞാൻ MCA പഠിച്ചത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ ഒരു 2 വർഷം ഞാൻ ജോലി ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ IT ഫീൽഡിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ IT ഫീൽഡിൽ ഫസ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യാൻ കിട്ടിയ സ്ഥലം ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈ ബാംഗ്ലൂർ ഡേയ്സിൽ കണ്ട ആ ക്യാരക്ടേഴ്സിനെ പോലെ ഞാനും ബാംഗ്ലൂർ ഒരു ഭയങ്കര ഡ്രീം സിറ്റി ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് പോസ്റ്റിംഗ് വന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ വരാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം പണ്ട് തൊട്ടേ ചെന്നൈ ഭയങ്കര ചൂടാണ്, പൊടിയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചെന്നൈയിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നിരാശയായിരുന്നു. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂർ ചിലപ്പോൾ നമുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെന്നൈ വന്നത്. ചെന്നൈയിൽ എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ വരാൻ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നെങ്കിലും ഫസ്റ്റ് വന്ന ഒരു മാസമൊക്കെ എനിക്ക് കുറച്ചൊരു വിഷമമായിരുന്നു, ചെന്നൈയിലാണല്ലോ വന്നതെന്ന്. പക്ഷെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെന്നൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രീഡം ആണ് ഇവിടെ, നല്ല സേഫ് ആണ്. എവിടെ ഏത് രാത്രിയിൽ പോയാലും വലിയ പ്രശ്നമൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 12 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ചെന്നൈയിലാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ചെന്നൈ ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ സെറ്റിലായി. പിന്നെ ബാംഗ്ലൂർ പോകുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. ബാംഗ്ലൂർ ഈ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടുത്തെ ട്രാഫിക് ആണ്, ഭയങ്കര ട്രാഫിക്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ചെന്നൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ചെന്നൈയിൽ തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു. ഇപ്പം ചെന്നൈയിൽ നിന്ന് വേറെ അങ്ങോട്ടും പോകാനുള്ളൊരു മനസ്സും ഇല്ല. പിന്നെ എൻ്റെ ഫാമിലി പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ്റിലും അമ്മ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരുന്നു. രണ്ടുപേരും ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. രണ്ടുപേരും ഇപ്പോൾ റിട്ടയർ ആയി തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നുമില്ല, ഞാൻ ഒറ്റ മോളാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ട്രിവാൻഡ്രത്താണ് എന്നെ വളർത്തിയെങ്കിലും അവരുടെയൊക്കെ ബേസിക് നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ്. അമ്മ അടൂരിന്നും അച്ഛൻ തിരുവല്ലയെന്നുമാണ്. അപ്പോൾ ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ എൻ്റെ സംസാരത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ ട്രിവാൻഡ്രത്ത് വളർന്നുകൊണ്ടാണ്. പക്ഷെ ഞാൻ ലോക്കലി ട്രിവാൻഡ്രമായിട്ടല്ല, ഞാൻ പത്തനംതിട്ടക്കാരിയാണെന്ന് തന്നെ പറയാം. വേറൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡ് മലയാളിയല്ല, പുള്ളിക്കാരൻ മധ്യപ്രദേശിൽ നിന്നാണ്. ഞങ്ങൾ ചെന്നൈ വന്നിട്ട് പരിചയപ്പെട്ടാണ്. എൻ്റെ റൂംമേറ്റിൻ്റെ ടീംമേറ്റ് ആയിരുന്നു. പക്ഷെ സാധാരണ ഒരു ലവ് മാരേജ് ഒന്നും അല്ലായിരുന്നു ശരിക്കും ഞങ്ങളുടേത്. ശരിക്കും കണ്ടു, ആലോചിച്ചു, വീട്ടുകാർ തമ്മിൽ കണ്ടു, ഉറപ്പിച്ചു, അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഡ്രസ് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ഒരു ന്യൂട്രൽ ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനും ഒരു ന്യൂട്രൽ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയേണ്ടത് മോളുടെ കാര്യമാണ്. എനിക്കൊരു മോളാണുള്ളത്, 9 years old ആയി. ഇനി 4th സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ് അടുത്ത വർഷം. അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് അനുഷ തിവാരി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഭിനവ് തിവാരി. രണ്ടുപേരും തിവാരീസ് ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയും, ഞാൻ മാത്രം വാസുദേവൻ, നിങ്ങൾ രണ്ടുപേരും തിവാരീസ് ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എൻ്റെ മോള് മലയാളം സംസാരിക്കും, പക്ഷെ തമിഴ് ചൊവ്വയോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ 4 ഭാഷകളും പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ അറിയാം. മലയാളം എഴുതാൻ അറിയില്ല, ബാക്കി 3 ഭാഷകളും എഴുതാനും വായിക്കാനും അറിയാം. അപ്പോൾ അതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് IT ഫീൽഡിലാണ്. അപ്പോൾ 12 വർഷമായിട്ട് ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് അലൗഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് നല്ല ഒരു പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ എനിക്ക് വേറെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. എനിക്കല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എനിക്ക് പറയാനുണ്ടെന്ന്. ഞാൻ എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫുൾ ആൻഡ് ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഏകദേശം ഈ പീച്ച് കളറിലുള്ളൊരു സൂട്ടാണ് മാധുരി ഇട്ടിരിക്കുന്നത്. മുടി അഴിച്ചിട്ടേക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. പക്ഷെ എനിക്കൊന്ന് ഐസ് കുറച്ചുകൂടെ ഒരു സട്ടിൽ ലുക്ക് ആയിരുന്നെന്ന് തോന്നുന്നു.
അപ്പം ഞാൻ ഒരുപാട് നേരം ഞാൻ പാട്ട് പാടും എന്ന് കുറേ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 4 വരി പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു മലയാളം പാട്ട് തന്നെ പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടം 90s അല്ലെങ്കിൽ അതിനു മുന്നേത്തെ പാട്ടുകളാണ്. അപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ഞാൻ 4 വരി പാടാം. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബ കാത്തിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയു നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി.